വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കിയാൽ എത്ര ശക്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീവിതത്തിൽ വളരെ അധ്വാനിച്ചെങ്കിലും ഒന്നും നേടിയില്ല എന്ന് പറയുന്നവരല്ലേ ഇന്ന് അധികം. നല്ലൊരാൾ പറഞ്ഞു, 45 വയസ്സ് വരെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ 45 വയസ്സുണ്ട്, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, എൻ്റെ കയ്യിൽ കൂടെ കടന്നുപോയത് ലക്ഷങ്ങളാണ്, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലാത്തവനായി. പ്രൈസ് ഗോഡ്. ഉണ്ടായിരുന്ന കാലത്ത് ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിത്യവൃത്തിക്ക് പോലും തികയുന്നില്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അവസരം കിട്ടിയ ഇവിടെ ഒന്ന് പറയും, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങ് ശരിയാകുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ഗോഡ്. ഇത് സാമ്പത്തിക വിഷയങ്ങളിൽ മാത്രമല്ല, നിത്യജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് നോക്കുമ്പോഴും പരിശ്രമത്തിന് ഒരു കുറവുമില്ല. വെളുപ്പിന് എഴുന്നേറ്റാൽ കിടക്കുന്നത് വരെ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാതെ അധ്വാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് സമ്പത്തിൻ്റെ വിഷയം മാത്രമല്ല കേട്ടോ. മക്കളോട് ചോദിച്ചാൽ പറയും, കാലത്തെ ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ, ക്ലാസ്സിൽ ഹോംവർക്കുകൾ, പരീക്ഷകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, ഒരൊറ്റ വെക്കേഷൻ പോലും ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. പഴയ കാലത്തൊക്കെ സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 മാസം ഭയങ്കര ആഘോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, സ്കൂൾ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമാണ്. പിന്നെ കൊണ്ടുവന്ന പുസ്തകം എവിടെയെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചത് മുഴുവൻ ഇനി പഠിക്കണ്ട, ആ പുസ്തകം ഇനി ചുമക്കണ്ട. പ്രൈസ് ഗോഡ്. നമ്മുടെ ബെറ്റി ടീച്ചറിന് ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ലെവൽ 500 ആയെന്ന് പറയുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കരം ഉയർത്തി പിടിച്ചാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അളവുകളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരേന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സകലത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അനുഗ്രഹമായി ചരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതോടൊപ്പം ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ ഫേസിറ്റിലെ ഓരോ വിശ്വാസികളോടും. നിങ്ങൾ മരുന്ന് കഴിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പം. പക്ഷേ മരുന്ന് കഴിക്കുന്നവരും ഡോക്ടറെ കാണുന്നവരുമാണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ 2 കാര്യം നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും: ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ. പ്രൈസ് ഗോഡ്. ഇത് രണ്ടും പ്രതീക്ഷിക്കാതെ കൂടുകയും കുറയുകയും ചെയ്തിട്ട് പല അത്യാഹിതങ്ങളും നടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾ എസെൻഷ്യലായിട്ട് ചെക്ക് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ട് ഞാൻ സംഗ്രഹത്തിൽ കിടക്കാം. 1, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ. 2, നിങ്ങളുടെ ഷുഗർ ലെവൽ. ഇടയ്ക്കിടയ്ക്ക് അത് ഒരു ഡോക്ടറുടെ അഡ്വൈസോടുകൂടി എപ്പോഴൊക്കെ ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. 2, നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും, ഞാൻ 2 അനുഭവങ്ങൾ പറയാം. ഈ സഭയിൽ 2 പ്രാവശ്യം പ്രസംഗത്തിനിടയ്ക്ക് ദൈവാത്മാവ് തോന്നിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ചെക്ക് ചെയ്യണം. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു കുടുംബം ചെക്ക് ചെയ്തില്ല. ആ ആഴ്ചയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വിക്ടിം
മരിച്ചുപോയി. വലിയ പ്രശ്നമായി. നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങളുടെ വണ്ടി എന്ന് എവിടെയെങ്കിലും മുട്ടിയാൽ ഒരു കവറേജുമില്ല. നിങ്ങളുടെ സ്വന്തം വീട് വിറ്റ് ചിലവാക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ദൈവാത്മാവിൽ. അന്നും ഒരു കുടുംബം ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു ആക്സിഡൻറ്റ്, ഒരു മരണം. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ പ്രത്യേകമായി ഡ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. പ്രത്യേകിച്ച് ദേവാത്മാവ് ഓർപ്പിച്ച 3 കാര്യം പറയുന്നത്. 1 ബ്ലഡ് പ്രഷർ, 2 ഷുഗർ, 3 നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ്. ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്ക് എടുത്ത് ഇൻഷുറൻസ് കറണ്ട് ആണോ എന്ന് എല്ലാവരും നോക്കണം. ദേവാത്മാവ് 2 പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ നോക്കാത്തവർക്ക് കഷ്ടമുണ്ടായി, പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഭർത്താക്കന്മാരോട് നിർബന്ധിക്കണം. ഇന്ന് ആ വണ്ടിയുടെ ഇൻഷുറൻസ് ആയിട്ടുണ്ടോ, എക്സ്പയർ ചെയ്തിട്ടുണ്ടോ, ടാക്സ് അടച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് ഇൻഷുറൻസ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഉത്സവമായിരുന്നു. പക്ഷെ പാവം പിള്ളേർക്ക് ഇന്നിപ്പോൾ വെക്കേഷൻ എവിടാ? ഒരു ദിവസം പോലും ഫ്രീ ഇല്ല. എന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? അതുമില്ല. നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. എന്നാലൊരു ഒരാൾ തമാശയായിട്ട് പറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. പഴയ കാലത്ത് ഞങ്ങൾക്കൊക്കെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോവുക, അമ്മാച്ചൻ്റെ അടുത്ത് പോവുക, അപ്പൻ്റെ വീട്ടിൽ പോവുക, കസിൻസിൻ്റെ കൂടെ നടക്കുക, ഇതെല്ലാം ഒത്തിരി പ്ലാനുകളിട്ട് അവർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു പ്ലാനും നടക്കുകയില്ല. ഞാൻ പറഞ്ഞൊന്ന വിഷയം, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇവർ വല്ലതും നേടുന്നുണ്ടോ? അതുമില്ല. ഒരു മാർക്കിനൊക്കെയാണ് ചിലർക്ക് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നത്, അപ്പോയിൻമെൻ്റ് ഓർഡറുകൾ നഷ്ടപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. മാതാപിതാക്കൾ, അപ്പൻ ഒരുപാട് പ്ലാനുകൾ കണക്ക് കൂട്ടി ഓരോ വർഷവും പ്ലാൻ ചെയ്യുന്നു, ഓരോ മാസവും പ്ലാൻ ചെയ്യുന്നു. അടുത്ത വർഷം. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഒരാളോട് പറഞ്ഞു, വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 4 കൊല്ലമായെന്ന് പറഞ്ഞു. നടക്കുന്നില്ല. അതുകൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ. ആ 1 ലക്ഷം രൂപ ഒത്തുവരുന്നില്ലെന്ന്. ലക്ഷങ്ങൾ കൈ മറിക്കുന്ന ആളാണ്. പ്രൈസ് ഗോഡ്. ഇനി വീട്ടിലെ അമ്മമാരുടെ കാര്യം എടുത്താലോ, 4 മണി എഴുന്നേറ്റ് 12 മണിയായാലും അടുക്കളയെന്ന് വരത്തില്ല. പ്രൈസ് ഗോഡ്. ഇതെല്ലാം കഴിഞ്ഞ് 2 കൂട്ടാൻ 1 ചോറ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 2 കൂട്ടാൻ 1 ചോറ്. പറയുമ്പോൾ എന്നാ കാലത്ത് തൊട്ട് കഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കും കൂട്ടാൻ കറിയും വയ്ക്കൽ മാത്രമല്ലല്ലോ ജോലി. സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ദിവസം തോറും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് തീരാനാണോ ജീവിതം? അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. പ്രൈസ് ഗോഡ്. സച്ചിൻ മോശം എന്തിനു മാറ്റുന്നു. പ്രൈസ് ഗോഡ്. 90-ാം സങ്കീർത്തനം അവസാന വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സങ്കീർത്തനക്കാരൻ 2 പ്രാവശ്യം പറയുകയാണ്, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് ഹല്ലേലൂയ. ഓർമ്മശക്തി ഇല്ലാഞ്ഞിട്ടല്ല പിള്ളേർക്ക് മാർക്ക് കിട്ടാത്തത്. പത്രത്തിലുള്ള പല വാർത്തകളും പിള്ളേർ 1 പ്രാവശ്യം വായിക്കുന്നുള്ളൂ. നമ്മളും പല പ്രാവശ്യം വായിക്കാറില്ല. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മശക്തി ഇല്ലാഴികയല്ല, ഓർമ്മശക്തി കെടുത്തുന്ന ചില വിഷയങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. സമ്പത്തില്ലാഞ്ഞിട്ടല്ല, സമ്പത്തിനെ വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ചില ബന്ധനങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ജോലി ചെയ്യാഞ്ഞിട്ടല്ല, റിസൾട്ട് തരാതിരിക്കുന്ന ചില ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബിസിനസ് ചെയ്യാഞ്ഞിട്ടല്ല,
രാപ്പകൽ പുറകെ നടന്ന് ഊണ് ഉറക്കവുമില്ലാതെ, പക്ഷേ ഫലം കയ്യിൽ വരുന്നില്ല. പ്രൈസ് ഗോഡ്. പണ്ടൊരിക്കലും ഒരു പിതാവ് രാവിലെ ജോലിക്ക് പോകുമ്പം വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയ. അപ്പം ജോലിക്ക് പോകുമ്പോൾ സൈക്കിൾ ചവിട്ടുക. വൈകുന്നേരം 5 മണി ജോലി വന്നപ്പോഴും അവൻ ആ ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടല്ല, മോനെ നീ ഈ ചവിട്ട് നേരെ ചവിട്ടിയെങ്കിൽ ഇപ്പോൾ ദുബായി ചെന്നൈയിലോടാന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ചവിട്ടി 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 ഓടുന്നുണ്ട് വണ്ടി, പക്ഷെ വട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു വ്യത്യാസം വരണ്ടേ? ഇതിനൊരു വ്യത്യാസം വരണ്ടേ? ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇതിന് വ്യത്യാസം വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം? അവിടെ പ്രശ്നം. എന്ത് ചെയ്താലാണ് വ്യത്യാസം വരുന്നതെന്ന് അറിയത്തില്ല. ഇനി വേറൊരു കാര്യം ചെയ്യാൻ നേരവുമില്ല. കാലത്തോട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ പ്രവർത്തിക്കാനുള്ളതുണ്ട്, പുതുതൊന്നും ചെയ്യാൻ നേരമില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്താലാണ് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല സത്യത്തിൽ. കാരണം എനിക്കറിയാവുന്ന മുഴുവൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കുന്നില്ല, ഒരു ദിവസം പോലും പാഴാക്കുന്നില്ല. എന്നിട്ടും പ്രൈസ് ഗോഡ്. അവിടെയാണ് 90-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യവും. ഹല്ലേലൂയ. 39-ാം സങ്കീർത്തനത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 6-ാം വാക്യവും ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. 6-ാം വാക്യത്തിൽ വായിച്ചത്, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. നിഴലായി നടക്കുന്നു നിശ്ചയം. നിഴലിന്റെ കുഴപ്പം എന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് 6 അടി പൊക്കമേ ഉള്ളൂ, പക്ഷേ ചിലപ്പോൾ നിന്റെ നിഴലിന് 20 അടി നീളം കാണും. നിന്റെ കൺട്രോളിലല്ലെന്ന്. മറ്റു ചിലപ്പോൾ 6 അടി പൊക്കമുള്ള നിന്റെ നിഴലിന് 2 അടി നീളമുള്ളൂ. നട്ടുച്ചയ്ക്കൊന്ന് വെയിലത്തിറങ്ങി നോക്കി, നിഴലിന് 2 അടി നീളമുള്ളൂ. രാവിലെ 9 മണിക്ക് നിന്ന് നോക്കിയേ, നിഴലിന് 25 അടി നീളമുണ്ട്. നിനക്ക് 6 അടിയേ ഉള്ളൂ. എന്ന് അർത്ഥം എന്നാണെന്നറിയാമോ? നിന്റെ പരിധിക്കപ്പുറത്താണ് ചിലത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ നിഴലിന്മേൽ എനിക്ക് കൺട്രോൾ ഇല്ല. നട്ടുച്ചയ്ക്ക് ഞാൻ എവിടെ പോയി നിന്നാലും 2 അടിയേ ഉള്ളൂ. 9 മണിക്ക് ഞാൻ എവിടെ പോയി നിന്നാലും 20 അടി നീളമുണ്ട്. ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സൂര്യനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇന്ന് പകലൊരു കാര്യം മനസ്സിലാക്കാമോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്ത് കിടക്കുന്ന ചില വിഷയങ്ങൾ നിയന്ത്രിക്കുന്ന മറ്റ് ചില ശക്തികളുണ്ട്. നിന്റെ കുടുംബത്തിൽ നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റു ചില ശക്തികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് ഹല്ലേലൂയ എനിക്കും നിനക്കും അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാമെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിർത്തേണ്ടടുത്ത് ചില ശക്തികളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിയുമെങ്കിൽ നിന്റെ നിയന്ത്രണത്തിന് കീഴിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് വ്യർത്ഥമായി പരിശ്രമിക്കാനല്ല, ഇനി എനിക്ക് വ്യർത്ഥമായി പരിശ്രമിക്കാനല്ല, ഇങ്ങനെ ഓടാനല്ല, എനിക്ക് മതിയായി. ഇനി എന്തെങ്കിലും ഒന്ന് പ്രയോജനമുള്ളത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ നിവർത്തിയില്ല. അടബല ഹത്തുര ജപന ദരകല ഹത്തു കൗടെ അന്തര ജനവ സൗദര ഹർഷൽ ബൗഡര ബമസ്യ. ദൈവമക്കളെ, നിന്റെ പ്രവൃത്തികൾ അസ്തമിച്ച സമയത്ത് നിന്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. പ്രാർത്ഥിക്കുക, യഹോവേ എന്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രവൃത്തികളെ നിഷ്ഫലമാക്കുന്ന, നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന, വഴികൾ അടച്ചു വയ്ക്കുന്ന, വെട്ടുക്കിളിയും തുള്ളനും പുഴുവും തിന്ന് ശേഷിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരണമേ. ആമേൻ. ഹല്ലേലൂയ. വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോയി, ഒത്തിരി വിതച്ചു. പക്ഷേ വെട്ടുക്കിളിയും
തുള്ളനും വിട്ടിലും വന്ന് തിന്നുകളഞ്ഞു. കണക്കുകൂട്ടലുകൾ, ഭയങ്കര കണക്കുകൂട്ടലുകളാണ്. ഞാൻ ഇന്നലെ ഞങ്ങളിങ്ങനെ വന്നപ്പം ഞങ്ങൾ ഗ്രേസിൽ ഓപ്പറേഷന് വേണ്ടി മധുരയിലായിരുന്നു കഴിഞ്ഞ 2-3 ദിവസം. ഇന്നലെ വൈകിട്ടാണ് വന്നത്. ദൈവം വളരെ ഞങ്ങളെ സഹായിച്ചു. എല്ലാം ഭംഗിയായി നടന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. വരുമ്പം അമ്പൂറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ തലമുറയ്ക്ക് ദൈവവിശ്വാസമില്ല, ഈ തലമുറയ്ക്ക് ദൈവത്തിൽ ആശ്രയമില്ല, ഈ തലമുറ ദൈവത്തെ വിളിക്കുന്നില്ല, ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. എന്നിട്ട് അമ്പൂറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാനത് വളരെ ശ്രദ്ധിച്ചു. ഇന്നത്തെ തലമുറയും പഴയ തലമുറയുടെ വ്യത്യാസം, പഴയ തലമുറ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. വിത്ത് അറപ്പുരയിൽ കെട്ടിവച്ചിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഏതാണ്ട് ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ, ചിങ്ങം കഞ്ഞി മാസങ്ങളിൽ കൊയ്തെടുത്ത വിത്ത് ഉണക്കി ശരിയാക്കി അറയിൽ വച്ചിട്ട് വിതയ്ക്കുന്ന കാലമാകുമ്പോൾ പ്രാർത്ഥനയാണ്. എന്തോ പ്രാർത്ഥന അറിയാമോ? കർത്താവേ മഴ പെയ്യിക്കണേ. മഴ പെയ്തില്ലെങ്കിൽ വിത്ത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മഴ കിട്ടണം, പ്രാർത്ഥിക്കും. ദൈവം മഴ അയക്കും. ഇടവപ്പാതി എന്ന് പറയുന്ന കേരളത്തിലെ കാലവർഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ പ്രൈസ് ഗോഡ് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്നത്, നമ്മുടെയൊക്കെ സ്കൂൾ തുറന്നിരുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. മെയ് 31 വരെ ഒരു തുള്ളി വെള്ളം ആകാശത്തുനിന്ന് വീഴുകയില്ല. എന്നാൽ 1-ാം തീയതി സ്കൂളിൽ പോകുമ്പം നനഞ്ഞല്ലാതെ സ്കൂളിൽ ചെന്ന് കയറത്തില്ല, തിരിച്ച് വീട്ടിലും വന്ന് കയറത്തില്ല. ശരിയാണോ? കൃത്യം 1-ാം തീയതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ജനം പ്രാർത്ഥിക്കുകയാണ്. ദേശത്ത് ദൈവത്തെ നോക്കി വിളിക്കുകയാണ്. കർത്താവേ, ആകാശം തുറന്ന് നീ മഴ പെയ്യിക്കണമേ. 1-ാം തീയതി ദൈവം തുറക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കൊയ്ത്ത് കഴിഞ്ഞു. പിന്നെ പ്രൈസ് ഗോഡ്, ഓരോരോ ഘട്ടങ്ങളിൽ മഴ വേണം, വെയിൽ വേണം, മഴ വേണം, വെയിൽ വേണം. ആര് തരണം? ദൈവം തരണം. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. കൊയ്യാറായി കഴിഞ്ഞാലോ പിന്നെയും പ്രാർത്ഥനയാണ്. കൊയ്ത്തിന് മുമ്പ് മഴ പെയ്താൽ വിളഞ്ഞത് മുഴുവൻ കണ്ടെത്തിപ്പോവും. പ്രൈസ് ഗോഡ്, പ്രാർത്ഥനയാണ്. ദൈവമേ പെയ്യിക്കല്ലേ, പെയ്യിക്കല്ലേ. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നെല്ലുണ്ടായിരുന്നത് എനിക്കറിയാം, എത്ര പേർക്കുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കുണ്ടായിരുന്നു. കൊയ്യുന്ന അന്ന് മിക്കവാറും മഴയാണ്. കൊയ്ത് കൊണ്ടുവരുന്നത് മഴയത്താണ്. അത് ചന്നം പിന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷെ കൊയ്ത് കൊണ്ടൊന്ന് മെതിച്ച് കഴിഞ്ഞാൽ വെയിൽ വരുന്ന എവിടെ നിന്നെന്ന് എനിക്കറിയത്തില്ല. ആരുടെയെങ്കിലും വിത്ത് ഉണങ്ങാതെ പോയിട്ടുണ്ടോ? നെല്ല് ഉണങ്ങാതെ പോയിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. എവിടെ വെയിൽ വന്നില്ലെങ്കിലും നിന്റെ മുറ്റത്ത് വെയിൽ വരും. എവിടെന്നായിരുന്നു? പ്രാർത്ഥനയുടെ മറുപടി. ഹല്ലേലൂയ. ഇന്ന് പ്രൈസ് ഗോഡ്, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും 1-ാം തീയതി ബാങ്കിൽ കാശ് വരും. പ്രൈസ് ഗോഡ്. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡോളർ വരും, ഇല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് പൗണ്ട് വരും, ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് റിയാലോ ദിനാറോ വരും. എങ്ങോട്ട് നോക്കുന്നില്ല. പ്രൈസ് ഗോഡ്. കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് മറുപടി തരും. നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മാറ്റും, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറ്റും, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മാറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത്രയും പേര് കൈയടിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്നുണ്ടോ?
നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പോയ കാലങ്ങളിൽ വീടുകൾ നടത്തിയിരുന്നത്, കുടുംബങ്ങൾ നടന്നിരുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പള്ളിയിൽ നടത്തുന്ന പ്രാർത്ഥന കൊണ്ടല്ല. പ്രൈസ് ഗോഡ്. ആരാധന ആലയങ്ങളിൽ നടത്തിരുന്ന പ്രാർത്ഥനകൾ കൊണ്ടല്ല വീടുകൾ പുലർന്നിരുന്നത്. വീട് പുലർന്നിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥന കൊണ്ട്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിലെ പ്രാർത്ഥനയുടെ നിലവാരമുണ്ട്? ജാതി മത വ്യത്യാസമില്ലാതെ ദൈവത്തെ വിളിക്കുന്ന ഒരു തലമുറ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ അറിഞ്ഞെന്ന് പറയുന്ന പെന്തിക്കോസ്തുകാരാ, നിന്റെ വീട്ടിൽ ഈ ദൈവത്തെ വിളിക്കുന്നതിന്റെ അനുഭവം എന്ത്, അവസ്ഥ എന്ത്? എന്റെ ദൈവമല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഞാൻ എന്റെ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് പറയുന്ന ഒരു ദാവീദിന്റെ അനുഭവം എത്ര വ്യക്തികൾക്കുണ്ട്, എത്ര ഭവനങ്ങൾക്കുണ്ട്, എത്ര വീടുകൾക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകല് ഒരു കാര്യം മനസ്സിലാക്കി പാടാൻ സാധിക്കുമോ? എന്നേശുവല്ലതില്ലേനിക്കൊരാശ്രയം ഭൂമി, എന്നേശുവല്ലതില്ലേനിക്കൊരാശ്രയം ഭൂമി, എന്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും എന്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും മാത്രം ഡോക്ടർമാരെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, എന്നിട്ടും പാടുന്ന ഇപ്രകാരമാണ്: ദൈവമേ, നീയാണ് എനിക്ക് സൗഖ്യദായകൻ, നിന്നിലാണ് എൻ്റെ യഥാർത്ഥ സൗഖ്യം ഇരിക്കുന്നത്, മരുന്നിലല്ല, ഡോക്ടർമാരിലല്ല,
എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ചോദിക്കട്ടെ, ദൈവത്തിലുള്ള ആശ്രയം ഇന്ന് കുറഞ്ഞോ കൂടിയോ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, കുറഞ്ഞുപോയി. എന്നാൽ ഹല്ലേലൂയ, നമുക്കിങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു മാറ്റം വന്നേ പറ്റൂ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അവർ വായിക്കുന്നത്, അവർ പഠിക്കുന്നത് പ്രയോജനപ്പെടണമേ. ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ മുടക്കുന്നത് പ്രയോജനപ്പെടണമേ. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രയോജനപ്പെടണമേ. ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രയോജനപ്പെടണമേ. ഇന്ന് പകല് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം പ്രയോജനപ്പെടുത്തണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ദൈവമക്കളെ, പറ്റത്തില്ല. ഹല്ലേലൂയ. പാഴായിപ്പോയ, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, അവസരങ്ങൾ, ആരോഗ്യം, സമയം തിരിച്ചു പിടിക്കണ്ടേ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരനുഗ്രഹമെങ്കിലും വന്നെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കൂ ദൈവമക്കളെ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തവരെ പോലെ, ദരിദ്രന്മാരെ പോലെയുള്ള മാനസികാവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകാൻ സമ്മതിക്കരുത്. പ്രൈസ് ഗോഡ്. എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണം? 90-ാം സംഘത്തിൽ ഒന്നുകൂടെ വായിച്ച് അവസാന വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് മാത്രമേ പോംവഴിയുള്ളൂ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ വരണം. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളുടെ മേൽ വരണം, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ വരണം, ഞങ്ങളുടെ ജോലിയുടെ മേൽ വരണം. പ്രൈസ് ഗോഡ്. ദൈവപ്രസാദം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം. നമുക്ക് വേണ്ടത് ആ സമാധാനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആ സമാധാനത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, 4-ാം സങ്കീർത്തനത്തിൽ. ആമേൻ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. മനസ്സിലായോ? ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ച 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുക. എൻ്റെ വീട്ടിലെ അൽസേഷൻ പറ്റിയല്ല, എൻ്റെ വീട്ടിലെ 6 ലിവർ ഗോദ്രേജിൻ്റെ താഴിൻ്റെ ബലത്തിലല്ല ഞാൻ ഉറങ്ങുന്നത്. എൻ്റെ വീട്ടിൻ്റെ ഇരുമ്പ് ഗേറ്റിൻ്റെ ബലത്തിലല്ല, എൻ്റെ മതിൽ കെട്ടിപ്പൊക്കിയതിൻ്റെ ബലത്തിലല്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഉറങ്ങുന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒറ്റ ബലത്തിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്ന് പകല് നിങ്ങളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കണം. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവന് മാത്രമേ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നാട് മുഴുവൻ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാട് മുഴുവൻ അക്രമം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാട് മുഴുവൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇന്നലെ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയവരൊരു സ്തോത്രം പറയാമോ? എവിടെ നിന്ന് കിട്ടിയ സമാധാനമാണ്? ലോകം തരാത്തത്, ലോകത്തിന് എടുക്കാൻ കഴിയാത്തത്. ആ ദിവ്യ സമാധാനത്താൽ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങുവാൻ ദൈവം സഹായിച്ചില്ലേ? അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നിലനിൽക്കുന്ന സമാധാനമാണ്. ആ ഒരൊറ്റ സമാധാനമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഏറ്റവും വലിയ സമാധാനം എന്താണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ദൈവം തരുന്ന സമാധാനം നമ്മളങ്ങ് അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, സമാധാനത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് പീസ്, കർത്താവായ യേശു ക്രിസ്തു, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായതുകൊണ്ട്, അവൻ പ്രിൻസ് ഓഫ് പീസ് ആയതുകൊണ്ട്, അവൻ എൻ്റെ കുടുംബത്തിൽ ആധിപത്യം പുലർത്തുന്നത് കൊണ്ട്, അവൻ എൻ്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നത് കൊണ്ട്, അവൻ എൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമില്ല. യെശയ്യാവ് പറയുന്നത്, ആധിപത്യം അവന്റെ തോളിന്മേൽ, അവന്റെ തോളിന്മേൽ. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങളുടെ അധികാരം മുഴുവൻ അവന്റെ കയ്യിലാണ്, അവന്റെ തോളിലാണ്. ഭയം വിശ്വസിക്കുന്ന ദൈവമേ, അതുകൊണ്ട് ഭയപ്പെടല്ലേ, അതുകൊണ്ട് ഭാരപ്പെടല്ലേ. അവൻ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. സമാധാന പ്രഭുവായ അവന്റെ ആധിപത്യമാണ്. യെശയ്യാവ് പറയുന്ന ആ ഭാഗം ഒന്നെടുത്ത്, ഇന്ന് പകല് വന്നതുപോലെ ആരും പോകാൻ പാടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 9-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമാധാന പ്രഭു എന്നവന് പേര് വിളിക്കണമെങ്കിൽ ആ ഓർഡറിൽ കാര്യങ്ങൾ പോകണം. ഓർഡർ നോക്കി ഒന്നുകൂടെ വായിച്ചേ. അവന് അത്ഭുത, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ആധിപത്യം ആദ്യം അവന്റെ തോളിലാകണം. അത് ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നിന്റെ ബിസിനസിന്റെ ആധിപത്യം അവന്റെ തോളിലാകണം. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം അവന്റെ തോളിലാകണം. നിന്റെ ജീവിതത്തിന്റെ ആധിപത്യം അവന്റെ തോളിലാകണം. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ ആധിപത്യം അവന്റെ തോളിലാകണം. ഇന്ന് പകൽക്കാലം നീയല്ല നിയന്ത്രിക്കുന്നത്, നിന്നെ കൊണ്ട് സാധിക്കത്തുമില്ല. നിയന്ത്രിക്കുന്നവൻ അവനാണ്, അവനാണ്, അവനാണ്. എന്റെ യേശുവാണ് സകലത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ കോമൺ സെൻസ് കൊണ്ട് ഇത് നടക്കുകയല്ല കേട്ടോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ശിശുവിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു ശിശുവിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഈ ശിശു എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. പലർക്കും യേശു ഒരു ശിശുവാണ്. യേശു ഒരു ശിശുവാണ് പലർക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു പലർക്കും ഒരു ശിശുവാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞാൻ ഹല്ലേലൂയ ഒരു കാര്യം കാണിച്ചു തരാം, മനസ്സിലാക്കാം. പ്രൈസ് ഗോഡ്. റൂമ എന്തി എവിടെ ഇരിക്കുന്നത്? ഇവിടെ വന്ന്. പ്രൈസ് ഗോഡ്. മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഹല്ലേലൂയ. ഇവിടെ നിൽക്ക്. റൂമ മേളിൽ നിൽക്കുക, ഞാൻ താഴെ നിൽക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കൊന്ന് മുകളിലോട്ട് കയറാൻ വയ്യ. കൈക്ക് ബലമില്ല, കാലിന് ബലമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ റൂമ അവിടെ കയറി നിൽക്കുക. ഞാൻ റൂമയോട് പറയും, റൂമ എന്നെ ഒന്ന് പിടിച്ച് കയറ്റാൻ ഞാൻ പറയൂ. ഞാൻ പിടിക്കുമ്പോൾ റൂമ ഇങ്ങോട്ട് വരും. മനസ്സിലായോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്തുകൊണ്ടാണ് റൂമയോട് എന്നെ പിടിച്ച് കയറ്റാൻ പറയാത്തത്? റൂമ ഒരു ശിശുവാണ്.
എന്നെ പിടിച്ച് കയറ്റാൻ തക്കവണ്ണമുള്ള ബലം ഭൂമിക്കില്ല. പലരും യേശുവിനെ കാണുന്നത് പോലെ. നിന്റെ യേശുവിന് നിന്നെ പൊക്കിയെടുത്ത് ഉള്ളം കയ്യിലെടുത്ത് നിനക്ക് എത്താൻ വയ്യാത്ത സ്ഥാനത്ത് ഇരുത്താൻ എൻ്റെ യേശു സർവശക്തനാണെന്നുള്ള ബോധ്യം വരുന്നത് വരെ, എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ലെന്നുള്ള ബോധ്യം വരുന്നത് വരെ, യേശുവിന് കഴിയാത്തതൊന്നുമില്ല, യേശു സർവശക്തനാണ്, ആ ബോധ്യം വരുന്നത് വരെ നിന്റെ ആശ്രയം ശരിയാകത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു വെളിപ്പാട് വരട്ടെ. ആധിപത്യം അവന്റെ തോളിലാണ്, ആധിപത്യം അവന്റെ തോളിലാണ്. എന്റെ ജീവിതത്തിന്റെ സകലത്തിന്റെ ആധിപത്യം അവന്റെ തോളിലാണ്. Praise God. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. യേശു ആരാണെന്ന് പാടണമെന്നറിയാമോ? യേശു ആരിലും ഉന്നതി സഹി എന്നൊക്കെ പാടാൻ കുഴപ്പമില്ല, നീ നല്ലത് തന്നെ, അങ്ങനെ തന്നെയാണ് അവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവസ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, അസാധ്യമായി ഒന്നുമില്ല. എന്നിട്ട് പറയണം യഹോവ റാഫ. പ്രൈസ് ഗോഡ്, യഹോവ റാഫ, സൗഖ്യമാക്കും യഹോവ ശമ്മ, എങ്ങും അവനുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ. യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മ യഹോവ എങ്ങും അവനുണ്ട്. റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം,
ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. യഹോവാ എന്റെ സമാധാനം. നിസ്സി യഹോവാ എന്റെ ജയക്കൊടിയാം. യഹോവാ എന്റെ സമാധാനം. നിസ്സി യഹോവാ എന്റെ ജയക്കൊടിയാം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് വേണം നമുക്ക് ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ഈ വെളിപ്പാട് വേണം. യേശു സർവശക്തനാണ്. അങ്ങനെ വരുമ്പോഴാണ്, രോഗം വരുമ്പോൾ നമ്മൾ പറയും എൻ്റെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും എൻ്റെ യേശുവിനെ വിടുവിക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏത് വിഷയം വന്നാലും പ്രൈസ് ഗോഡ് നമ്മൾ അവനിൽ ആശ്രയിച്ച്, യേശുവിൽ ആശ്രയിച്ച് കുലുങ്ങാത്തവരായിരിക്കും. ഇന്ന് പകൽക്കാലം യേശുവിൽ ആശ്രയിച്ച് കുലുങ്ങാത്തവരായി നിൽക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുമ്പോൾ, ആ പദവി നമുക്ക് തന്നിരിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ആ പദവി മനസ്സിലാകണമെങ്കിൽ യെശയ്യാവിന് കിട്ടിയ വെളിപ്പാടിൻ്റെ ആ സ്റ്റേജിൽ കൂടെ നമ്മൾ പോകണം. യെശയ്യാവിന് കിട്ടിയ വെളിപ്പാട് 9-ാം അധ്യായം, യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം ശ്രദ്ധിച്ചേ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ആ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ യേശു പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നസ്രത്തിൽ വളർന്ന ഒരു തച്ചൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനല്ല, അവൻ സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന് മതിയായവനാണ്, നിന്റെ കട്ടത്തിന് മതിയായവനാണ്, നിന്റെ രോഗങ്ങൾക്ക് മതിയായവനാണ്, നിന്റെ പ്രതികൂലങ്ങൾക്ക് മതിയായവനാണ്, നിന്റെ കടഭാരങ്ങൾക്ക് മതിയായവനാണ്, നിന്റെ കുടുംബ പ്രശ്നത്തിന് മതിയായവനാണ്, നിന്റെ സകല പ്രശ്നത്തിനും യേശു മതിയായവൻ, മതിയായവൻ, മതിയായവൻ. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട്, ഇതാണ് വെളിപ്പാട്. അങ്ങനെ ആ വെളിപ്പാട് പ്രാപിച്ച് കഴിയുമ്പോൾ നിന്റെ നാവിൽ കൂടെ വരുന്ന യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ബലപ്പെട്, ബലപ്പെട്, ബലപ്പെട്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നാമം യേശുവിൻ്റെ നാമം. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ നാമം പ്രൈസ് ഗോഡ് എടുക്കേണ്ടതുപോലെ എടുത്താൽ ഏത് തുറക്കാത്ത വാതിലും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അങ്ങ് തുറക്കുക. ഇന്ന് പകൽക്കാലം ചില വഴികൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ അത് തുറക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്, ദൈവത്തിൻ്റെ അധികാരമാണത്, അത് നിനക്ക് തന്നിരിക്കുന്ന പദവിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത് നമ്മൾക്ക് മനസ്സിലാകാതെ പോയാലോ? ഇതൊരു കഷ്ടമല്ലേ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇത് മനസ്സിലാക്കി ഇവിടുന്ന് പോകാവൂ.
നിങ്ങളുടെ വിഷയം പ്രൈസ് കോഡ് സഭയിൽ കൈകാര്യം ചെയ്യേണ്ടതിന് മുമ്പ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വീട്ടിലെ പ്രശ്നം മാറട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറാൻ തക്കവണ്ണം ശക്തമാണ് ഈ നാമം. ഇതര ജബര ദല ഹത്തുൽ കൗഡ റംബർ തവന ശംബര മൗഡ. ഹല്ലേലൂയ. ആമേൻ. ഇതാർക്കറിയാം? ഇതാർക്കറിയാം? അറിയേണ്ടവൻ അറിയത്തില്ല. എനിക്കും നിങ്ങൾക്കും അറിയാൻ ഇതിൻ്റെ പ്രയോജനമുണ്ട്. ആമേ, ഇത് ശക്തമാണ്. ഈ അറിവ് ഹല്ലേലൂയ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ള സകലത്തിനെയും വെട്ടിമാറ്റാൻ തക്കവണ്ണം ശക്തമാണ്. ഇത് ആർക്കറിയാമെന്നറിയാമോ? പിശാചിനറിയാം. പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നിൻ്റെ വീട്ടിൽ ഈ യേശുവിൻ്റെ ശക്തി വെളിപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിൻ്റെ വീട്ടിൽ വെളിപ്പെടരുത്. പിശാചിനറിയാം ഈ നാമത്തിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ് ഇത്. എല്ലാ നാമത്തിലും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമത്തിങ്കൽ സകല മുഴങ്കാലും മടങ്ങും, സകല പ്രതികൂലങ്ങളും മാറും, സകല ബന്ധനങ്ങളും അഴിയും, സകല രോഗങ്ങളും സൗഖ്യമാകും, സകല വഴികളും തുറക്കും. ഹല്ലേലൂയ. ഇത് ആർക്കറിയാം? പിശാചിനറിയാം. പക്ഷെ നിനക്കറിയാമോ? നിനക്കറിയാമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാമോ? അറിയാമല്ലോ, കരമെടുത്ത് സ്തോത്രം ചെയ്തേ. ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാവുന്നൊരു വാക്യം കൂടെ അറിയണം. ഭൂമിയിൽ 2 പേര് ഐകമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. ഹല്ലേലൂയ. ഇതും കൂടെ പിശാചിനറിയാം. ഇതും കൂടെ പിശാചിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ വീട്ടിൽ ഐകമത്യപ്പെടാൻ സമ്മതിക്കത്തില്ല. ഐകമത്യപ്പെടാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഐകമത്യപ്പെടാൻ പോകുകയാണ്. ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഐകമത്യപ്പെട്ട് ഈ നാമം എടുക്കാൻ പോകുകയാണ്. അടിസ്ഥാനപരമായി മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ നാമത്തിന് നിന്റെ വീട്ടിൽ ശക്തിയുള്ളൂ. അടിസ്ഥാനപരമായി മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തിന് ശക്തിയുള്ളൂ. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഈ മാർഗത്തിന് ശക്തിയുള്ളൂ. ഞാൻ 3 കാര്യം പറഞ്ഞു കേട്ടോ. 3 കാര്യം ഞാൻ പറഞ്ഞു. 1, അടിസ്ഥാനപരമായി മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ നാമത്തിന് നിന്റെ വീട്ടിൽ ശക്തിയുള്ളൂ. 2, അടിസ്ഥാനപരമായി മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തിന് നിന്റെ വീട്ടിൽ ശക്തിയുള്ളൂ. അടിസ്ഥാനപരമായി മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ മാർഗത്തിൽ നിനക്ക് ശക്തിയുള്ളൂ. ഹല്ലേലൂയ. ഭൂമിയിൽ 2 പേര് ഐകമത്യപ്പെട്ട്. ബാക്കി എടുത്ത് പെട്ടെന്ന് വായിച്ചേ. ഏതാ? മത്തായി 18:19. മത്തായി 18:19. മത്തായി സുവിശേഷം 18:19. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. പിന്നെ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഈ കുടുംബങ്ങളെ നോക്കി കർത്താവ് പറയുക. ഒരു വീട്ടിലെ ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് എത്ര പേരുണ്ട്? കുടുംബ പ്രാർത്ഥനയ്ക്ക് പണ്ടൊക്കെ ഒരു സഭായകത്തുള്ള ആളായിരുന്നു വീട്ടിൽ. ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ പ്രാർത്ഥിക്കാവുന്ന ഒരു സഭായകത്തുള്ള ആളായിരുന്നു. ഇപ്പം നിൻ്റെ വീട്ടിൽ എത്രയുണ്ട്? 2 or 3. ആ 2ഉം 3ഉം തമ്മിൽ വഴക്കാം. ഈ 2 or 3 തമ്മിൽ എന്തില്ല? യോജിപ്പില്ല. ഞാൻ സത്യം നിങ്ങൾ പറയാം, നിങ്ങളുടെ വീട്ടിൽ യോജിപ്പില്ലാതെ പ്രാർത്ഥിച്ചാൽ ഈ നാമം കൊണ്ട് ഒന്നും നടക്കുകയില്ല. നിങ്ങൾ ഒന്നിച്ച് നിൽക്കാതെ ഈ വിശ്വാസം കൊണ്ട് ഒന്നും നടക്കുകയില്ല. നിങ്ങൾ ഒന്നിച്ച് നിൽക്കാതെ ഈ മാർഗം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുകയില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകലൊരു തീരുമാനം എടുത്ത് ഇവിടുന്ന് പൊക്കോണം. ഞങ്ങളുടെ വീട്ടിൽ ഐക്യത കളയുന്ന സകല വിഷയവും വളർത്തുന്നാണോ? കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആരാണ്ട് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടാൽ മാത്രം മതി രക്ഷപ്പെടാൻ.
വേറെ ഒന്നും വേണ്ട. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. നിൻ്റെ വീട്ടിൽ അഭിപ്രായ ഐക്യത്തോടെ നിന്ന്, ശ്രദ്ധിച്ചാട്ടെ, നിൻ്റെ വീട്ടിൽ അഭിപ്രായ ഐക്യത്തോടെ നിന്ന് ഈ നാമം ഉപയോഗിച്ചാൽ ഈ വാക്യം അതുപോലെ നടക്കും. 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, ഇത് പിശാചിനറിയാവുന്നത് കൊണ്ട് ദൈവവേദന അവൻ്റെ ഏറ്റവും വലിയ അടവുകൾ എടുത്ത് നിൻ്റെ കുടുംബത്തിൽ ഭിന്നത വരുത്തും. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകത്തില്ല. മനുഷ്യരൊക്കെയും വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിൽ പുസ്തകവും പേനയും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഐക്യത കെടുത്തുന്ന വിഷയങ്ങൾ എഴുതണ്ട. എഴുതിയ അവിടുത്തെ കുഴപ്പമെന്നറിയാമോ? ഈ ക്യുസ് എഴുതുമ്പോൾ ചിലർ ഈ ഓട്ടക്കണ്ണിട്ട് നോക്കും. അടുത്ത പ്രാവശ്യം ശരിക്കും പിടിക്കാൻ പോവുക. അവനവൻ്റെ ആൻസർ അവനോ എഴുതിയാൽ മതി. ഇപ്പോൾ വല്ല എഴുതി വെച്ചാൽ അവനവൻ എഴുതത്തില്ലെന്നല്ല, അവനവൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നോട്ടം ഈ ചേട്ടത്തി എന്നെ എഴുതുന്നത്, അനിയത്തി എന്നെ എഴുതുന്നത്, ചേട്ടൻ എന്നെ എഴുതുന്നത്, കൊച്ചാൻ എന്നെ എഴുതുന്നത്, പ്രൈസ് ഗോഡ്, അതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതണ്ട. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് കുറിച്ച് വയ്ക്കാമോ? നമ്പർ മാത്രം, പ്രൈസ് ഗോഡ്, നമ്പർ മാത്രം. ഇത്ര കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഐക്യത കെടുത്തുന്നതായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര എണ്ണം ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കി. ഒന്ന് വരല്ലോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി. കാണും, ഒന്നിലധികം ഏതായാലും കാണും. ചോദ്യം മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമായി ഐക്യത കെടുത്തുന്ന വിഷയങ്ങൾ ഒന്ന് എണ്ണി നോക്കി. എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കി. എന്നിട്ട് അത്രയും ഒന്ന് ഓർക്കുമ്പോൾ ഒന്നൊന്നിട്, 2 ഓർക്കുമ്പോൾ 2 എന്നെ ആരും നോക്കിയിരിക്കണ്ട, കള്ളാസെടുത്ത് എഴുത്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന്, സംഗതി ഇങ്ങനെ പോയാൽ പറ്റുകയില്ല. 1, 2 കൊച്ചു കാര്യമായാലും മതി കേട്ടോ. ബാക്കി ഒന്നുകൂടെ വായിച്ച 19-ാം വാക്യം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഏത് കാര്യത്തിലും കേട്ടോ, ഒരു കാര്യമോ 2 കാര്യമോ അല്ല എഴുതിയിരിക്കുന്നത്, ഏത് കാര്യത്തിലും. അപ്പം നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ടൂളാണ്, പ്രൈസ് ഗോഡ്, ഐക്യം. വീട്ടിനകത്ത് ഐക്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാച് അവൻ്റെ തന്ത്രങ്ങൾ ഇറക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോൾ 2-3 പേര് കൂടുന്നിടത്ത്, എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് കർത്താവ് വന്നിട്ട് ആദ്യം നോക്കുന്നതിനെന്നറിയാമോ? തമ്മിൽ ചേർച്ചയുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ചേരാത്തത് മുഴുവനൊന്ന് കൈകാര്യം ചെയ്യണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഈ വിഷയങ്ങൾ പരിഹരിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. 2 സഹോദരന്മാർ ദാവീദിൻ്റെ ജീവിതത്തിൽ, പ്രൈസ് ഗോഡ്, തൻ്റെ കൂടെ പടനായകന്മാരുണ്ടായിരുന്ന 2 പേര്, അബ്നേരും അമാസ്യയുമാണെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവരൊരിക്കലും ഇപ്രകാരം പറഞ്ഞു, ശത്രു നിൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ ഓടി നിൻ്റെ അടുക്ക് വന്ന് നിന്നെ സഹായിക്കാം. അല്ല, ശത്രു എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ വന്ന് എന്നെ സഹായിക്കണം. ആമേൻ. ഒരു കുടുംബത്തിലെ എല്ലാവരും ഇതുപോലെ നിന്നാൽ ഞാൻ ഉറപ്പ് പറയാം, ശത്രു നിൻ്റെ വലയം ഭേദിച്ച് അകത്ത് കയറാൻ പറ്റത്തില്ല. ഇനി അഥവാ അകത്ത് കയറിയാൽ അത് അവൻ്റെ ഗതികേടിനാണ്, ശത്രുവിൻ്റെ ഗതികേടാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ജയം കൊള്ളുവാൻ, നിന്റെ ജയം ഘോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിൽ ദൈവം നമ്മെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ചില കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട്
നമുക്ക് പാലിക്കാൻ വയ്യാത്ത കണ്ടീഷനല്ല. നമുക്ക് പ്രൈസ് ഗോഡ് നടപ്പാക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനും ദൈവം പറഞ്ഞിട്ടില്ല. മനുഷ്യ, നീ എങ്ങനെ നടക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിസ്സാര കാര്യങ്ങൾ ദൈവം പറയുന്നുള്ളൂ. നിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു തരുവാൻ, നിന്റെ വീട്ടിലേക്ക് ഒഴിച്ചു തരുവാൻ, നിന്റെ വിഷയത്തിലേക്ക് ഒഴിച്ചു തരുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം എന്ന് പാടിയല്ലോ. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ സഹായിച്ചാൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കും? അതാണ് അവൻ സർവശക്തനാണ്. അവൻ സർവശക്തനാണ്. അവൻ നിന്റെ വഴിയെ സഹായിക്കണം, നിന്റെ വഴിയെ സഹായിക്കണം, നിന്റെ വഴികളെ സഹായിക്കണം. ഉടബല ഹത്തുലക ജലബല ഹത്തുല ബൗഡ ശബ്ദർ ഖൗഡ നഗദ ജലബ നഗദ ജനത. ആമേൻ. ഏതായാലും ഞാൻ ചോദിക്കട്ടെ, ഇത് നവംബർ മാസം 11ാമത്തെ മാസമാണ്. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 2012 നമ്മുടെ മുമ്പിൽ നിന്ന് ടാറ്റ പറയും. 2013 നമ്മളിവിടെ കാഹളമൊക്കെ ഊതി വരവേൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷം അങ്ങ് പോകാൻ പോകും, അതങ്ങ് പോട്ടെ. ഏതായാലും കുറേ കുഴപ്പമൊക്കെ പറ്റി അങ്ങ് പോട്ടെ, ചില പ്രശ്നമൊക്കെ ഉണ്ടായി അങ്ങ് പോട്ടെ. പക്ഷേ 2013 എനിക്ക് വ്യത്യസ്തമായിരിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്റെ തലമുറയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്റെ ജോലിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്റെ സകല വിഷയങ്ങൾക്ക് മാറ്റം വരും. എപ്പോൾ? നിനക്ക് മാറ്റം വരുമ്പോ. സാധാരണ വാച്ചിനേറ്റ് സർവീസിന്റെ ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രവചനം വരാറുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് 2 മാസം അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, 2013 നിനക്ക് മാറ്റം വരും, 2013 നിനക്ക് മാറ്റം വരും. നിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരും, അവസ്ഥകൾക്ക് മാറ്റം വരും, നിന്റെ പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, നിന്റെ വീട്ടിലെ അവസ്ഥകൾക്ക്, സകല അവസ്ഥകൾക്ക് 2013 മാറ്റം വരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ബേത്ലഹേമിലെ ക്ഷാമം തീരും, ബേത്ലഹേമിലെ ക്ഷാമം തീരും. യോവാബിൽ നിന്ന് ചിലരും മടങ്ങി വരും, മോവാബ് ദേശത്ത് നിന്ന് ചിലരും മടങ്ങി വരും. ഉടബല ഹത്തുലക ജലബല ഹത്തുല ബൗഡ. നിന്റെ വീട്ടിലെ ക്ഷാമം തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, ജീസസ്, ജീസസ്. Praise God. ആമേൻ. എന്ത് ചെയ്യണം? നമുക്കൊരു മാറ്റം വരണം. ആ മാറ്റം വരുന്നത് എപ്പോഴാണ്? 90-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രസാദം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. അങ്ങനെ ആമേൻ. പ്രസാദം വരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിലെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. 3 പദപ്രയോഗം. 39ന്റെ 1 നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. 2 8-ാം വാക്യം എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. 3 9-ാം 11-ാം വാക്യം അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുന്നു. 3 പദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വിടുതൽ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന 3 പദങ്ങൾ. 1 പാപം, 2 അകൃത്യം, 3 ലംഘനം. ഇത് നിന്റെ വീട്ടിലുള്ളിടത്തോളം കാലം, നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. യേശു എന്ന നാമത്തിന്, യേശുവിനുള്ള വിശ്വാസത്തിന് ഒരു വിലയുമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, നീ ആൻസർ ചെയ്യേണ്ടി വരും. നിന്നെ ചോദ്യം ചെയ്യും. എൻ്റെ നാമം വൃഥാ നിന്റെ നാവിലെടുക്കാൻ നീ ആര്? നിനക്ക് എന്ത് കാര്യം? പ്രൈസ് ഗോഡ്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. 3 വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. 1 പാപം, 2 അകൃത്യം, 3 ലംഘനം. ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുമ്പോൾ പാപം. മനസ്സിലായോ? ദൈവവചനത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് പാപം. ദൈവവചനത്തിൽ
ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും അതിൻ്റെ പേര് പാപം. പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞത് മറികടന്ന് ലംഘിച്ച് ചെയ്യുന്ന പാപത്തിൻ്റെ പേര് ലംഘനം. മനസ്സിലായോ? ദൈവം പറഞ്ഞിരിക്കുന്നതിനെ ലംഘിച്ച് അതിനെ മറികടന്ന് ചെയ്യുന്നത് ലംഘനം. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ, ചെയ്താൽ പ്രൈസ് ഗോഡ് ലംഘനമാണ്. എന്നാൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അകൃത്യം. പ്രൈസ് ഗോഡ്. അപ്പോൾ പാപത്തിൻ്റെ 2 തായ്വഴികളാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. ഒന്ന്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അകൃത്യം. 2, ലംഘനം. ഇതിന് പരിഹാരം വരുത്തിയാൽ നിന്റെ വിഷയത്തിന് മാറ്റം വരും. പ്രൈസ് ഗോഡ്. ദൈവവചനപ്രകാരം നമ്മളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്യാതെ പോയാൽ അകൃത്യമാണ്, കൃത്യതയില്ലാതെ പോവുകയാണ്. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം നമ്മെ വിടുവിച്ചു, ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചു. ഇനി ദൈവത്തിന് നമ്മളിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. നീ ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നിന്നില്ലെങ്കിൽ കൃത്യതയില്ലാതെ പോകും. ഹല്ലേലൂയ. 2, നിനക്ക് ദൈവം ഇത്ര പദവി തന്നു, ഇന്ന വഴികൾ തന്നു, ഇന്ന അനുഗ്രഹങ്ങൾ തന്നു, ഇന്ന വിടുതൽ തന്നു. ഇനി നീ ലംഘിക്കാത്തവണ്ണം ചില കാര്യങ്ങളിൽ വരയിടണം. നീ അത് വരയിട്ടില്ലെങ്കിൽ ലംഘനമാകാം. പ്രൈസ് ഗോഡ്. ഈ 2 വിഷയങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിച്ചാൽ പാപത്തെ കൈകാര്യം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി പാപത്തെ എങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം കൈകാര്യം ചെയ്യണം, ചെയ്തില്ലെങ്കിലത്തെ കുഴപ്പമെന്നാ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 51 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ആമേൻ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഇന്ന് പ്രാർത്ഥിക്കാമോ? ഇവിടെ വച്ച് സംഗതി സെറ്റിലാവും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ വച്ച് സെറ്റിലാവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു പേപ്പർ കിടപ്പുണ്ട്. ഇവിടുത്തെ RTO ഓഫീസിൽ നിന്ന് അയച്ചതാണ്. ആമൻ. കഴിഞ്ഞ 1-ാം തീയതി വൈറ്റിലേക്കൂടെ പോകുമ്പം പ്രൈസ് ഗോഡ്, ഞാൻ മഞ്ഞ കണ്ട ക്രോസ് ചെയ്തെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ചുമപ്പലിട്ട് പിടിച്ചു. റെഡ് ക്രോസ് ചെയ്തു നിന്ന് റെഡ് ക്രോസിൽ ജമ്പ് ചെയ്തു. അവിടെ എഴുതിയേക്കുന്നതെന്നറിയാമോ? 1000 രൂപ എങ്ങാണ്ടോ കൊണ്ട് അടച്ചാൽ ഇവിടെ വെച്ച് നടപടി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇനിയും നടപടികൾ നേരിടേണ്ടി വരുമെന്ന്. പ്രൈസ് ഗോഡ്. ഇവിടെ വെച്ച് ചില തീരുമാനമെടുത്താൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാകുന്നു. ഈ സഭായോഗം നിൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് നടപടികൾ അവസാനിപ്പിക്കുന്ന സഭായോഗമാകട്ടെ. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ശത്രുവിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരുവനുണ്ടെന്ന് മനസ്സിലാക്കി അവനെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തുന്ന ഒരു സഭായോഗമായി ഇത് മാറട്ടെ. കൃത്യതയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ കൃത്യമാകട്ടെ. ലംഘിക്കപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ലംഘനം തീരട്ടെ. ഹല്ലേലൂയ. എങ്ങനെ കൈകാര്യം ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആദ്യം 51-ന്റെ 3-ാം വാക്യം ഓർമ്മയുണ്ടാകണം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഒന്ന് കുറിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് കുറിച്ചു വയ്ക്കാൻ. ഏത് വിഷയത്തിലാണ് നിന്റെ കുടുംബത്തിൽ പിശാച് അവൻ വാതിൽ അടച്ചു വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഷയം ഒന്ന് കുറിച്ചു വയ്ക്കാൻ. പ്രൈസ് ഗോഡ്. എവിടെയാണ് തടസ്സമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ലംഘനങ്ങൾ, എൻ്റെ പാപം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഉയർച്ച വരാത്തത് നമുക്കറിയാം. എവിടെയാണ് തകർന്നു കിടക്കുന്നത് നമുക്കറിയാം. എന്തൊക്കെയാണ് ക്രമീകരിക്കേണ്ടത് നമുക്കറിയാം.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അറിയാം എൻ്റെ വീട്ടിൽ ഏതൊക്കെ വിഷയമാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ക്രമീകരിക്കണം അറിയാം. നീ പ്രവാചകൻ വന്ന് തലേ കൈവച്ച് നിന്നോട് അന്യഭാഷയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ദൂത് പറയണ്ട. ദാവീദ് പറയുന്നു, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് 1-ാം വാക്യം തുടർന്ന് വായിച്ചേ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. വായിച്ചോ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അടുത്തത്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? 32-ാം സങ്കീർത്തനത്തിന് 5-ാം വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവമക്കളെ, ഒന്ന് സമ്മതിച്ചാ മതിയെന്ന്. നിന്റെ പാപത്തിനുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയൊന്ന് സമ്മതിച്ചാ മതി. യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് സമ്മതിച്ചാൽ മതി. സകല പാപം ക്ഷമിക്കുന്നൊരു ദൈവം. ഇതിൽക്കൂടി ദൈവം എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഈ പാപം ക്ഷമിച്ചു കിട്ടാൻ വേറെ എങ്ങും പോകണ്ട, നേർച്ച ചെയ്യേണ്ട, തിരികെത്തിക്കണ്ട, വെടിപൊട്ടിക്കണ്ട, ആൾരൂപം കൊടുക്കണ്ട, കയ്യും കാലും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. സമ്മതിച്ചാ മതി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി 28-ാം സങ്കീർത്തനം 3-ാം വാക്യം, പ്രോവർബ് 28-3. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ 28-13 തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് ഇന്ന് ദൈവസന്നിധി ഏറ്റു പറയാമോ? എവിടാണ് നിന്റെ കുടുംബത്തിന്റെ ഐക്യത പോയത്? എവിടാണ് നിന്റെ കുടുംബത്തിന്റെ സന്തോഷം പോയത്? എവിടെയൊക്കെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്? ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണം, പ്രാർത്ഥിക്കാതിരിക്കത്തക്കവണ്ണം എന്ത് വിഷയമാണ് തടസ്സമായി കിടക്കുന്നത്? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ ഒരു നല്ല ഞായറാഴ്ച നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. ഇനി ചോർന്നു പോകാൻ പാടില്ല. ചോർച്ചകൾ അടയണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ ചോർച്ച വരാൻ പാടില്ല. അത് അടഞ്ഞു കിട്ടണം. പ്രൈസ് ഗോഡ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കരമെടുത്ത് സ്തോത്രം ചെയ്തേ. കണ്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവസഹായം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. എന്നാൽ ദൈവസഹായം കിട്ടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവപ്രസാദമുണ്ടാകണം. ദൈവം പ്രസാദിച്ചു കഴിയുമ്പോൾ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകും. എന്നാൽ ദൈവം പ്രസാദിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ അകൃത്യങ്ങളും ലംഘനങ്ങളും പാപമായി നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പദവിയിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ, ഈ വിശ്വാസത്തിൻ്റെ ശക്തി ലഭിക്കാതിരിക്കുമ്പോൾ, ഈ നാമത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, ഈ മാർഗത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അതിന് മാറ്റം വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ദൈവസന്നിധിയിൽ പ്രൈസ് ഗോഡ് 107-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. ലംഘനവും അകൃത്യവും കഷ്ടം കൊണ്ടുവരും. പക്ഷെ ആരാ കഷ്ടപ്പെടുന്നത്? ഭോഷന്മാർ. ബുദ്ധിയുള്ളവൻ ഇത് ഒഴിവാക്കാം. ഇന്ന് പകൽ ഞാൻ പിന്നെയും പറയുന്നു, അല്പം ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാമെങ്കിൽ നിന്റെ കഷ്ടത നിനക്ക് ഒഴിവാക്കാം, നിന്റെ നഷ്ടങ്ങൾ ഒഴിവാക്കാം, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി പ്രൈസ് ഗോഡ്
189 സങ്കീർത്തനത്തിന്റെ 32 വാക്യം. ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എത്ര പേർക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് ദൈവത്തിന്റെ സന്ദർശനമാണെന്ന്? അത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം നമ്മോട് ഒരു ദിവസം ദൈവം നമ്മോട് കനിവ് കാണിച്ച ചില പ്രശ്നം തീരും. ഒരു മിനിറ്റ് ദൈവം കനിവ് കാണിച്ച ചില പ്രശ്നം തീരും. നമുക്കത് തീർത്തേ പറ്റൂ. ഹല്ലേലൂയ. ഈ 11-ാം മാസത്തിൻ്റെ പ്രൈസ് ഗോഡ് 2ാമത്തെ ആഴ്ച നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ഇനി ഇത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനത്തിൽ 89 വായിച്ച് സങ്കീർത്തനം 89:32. ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. പ്രൈസ് ഗോഡ്. സങ്കീർത്തനത്തിന്റെ 31 ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം നീ നോക്കി. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. 13-ാം വാക്യം അല്ല 11-ാം വാക്യം. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ. ഹല്ലേലൂയ. ഇനി 13-ാം വാക്യം. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. നിന്റെ നോട്ടം ഒന്ന് മാറ്റണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാ? ഉന്മേഷം പ്രാപിക്കാൻ. ഇന്ന് പകലിൽ സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് രാവിലെ വെളുപ്പിന് എനിക്ക് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെന്നറിയാമോ? ഇന്ന് ഇവിടെ ചിലർ ഉന്മേഷം പ്രാപിക്കും. ഇന്ന് ചിലർ ഉന്മേഷം പ്രാപിക്കും. അത് ഞാനാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് പകൽ ഞാൻ ഇവിടുന്ന് പോയി ഉന്മേഷം പ്രാപിക്കുമെന്ന് തീരുമാനിക്കുന്നവർക്ക് ദൈവത്തെ സൂചിച്ചാരാധിക്കാം. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, ഈ ഞായറാഴ്ച ചിലര് ഫെയ്ത്ത് സിറ്റി സഭയിൽ ഉന്മേഷം പ്രാപിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്കറിയാമോ, എന്തുണ്ടെങ്കിലും ചിലർക്ക് ഒരു ഉന്മേഷമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഉന്മേഷമില്ല. ഒരിക്കൽ ഒരു അപ്പനും അമ്മയും കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു, കൊച്ചു. പ്രൈസ് ഗോഡ്. 1-ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന കൊച്ച. അപ്പം പറഞ്ഞു, എടി കൊച്ചു, നമ്മുടെ കൊച്ചിന് ഈ ഇടയായിട്ടൊരു ഉന്മേഷമില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവനാകെ ക്ഷീണിച്ച് വരികയാണ്, ഒരു ഉന്മേഷമില്ലല്ലോ. തള്ളയും പറഞ്ഞു, ഞാനും ഓർക്കുന്നു ഇവൻ എന്നാ കുഴപ്പം, ഉന്മേഷമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടേക്ക് അന്വേഷിച്ച് പിടിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലായത്. സംഗതി എന്നറിയാമോ? ഒരു ദിവസം ഈ കൊച്ചു ചെറുക്കൻ അമ്മ കുറേ കോഴിയെ കൊത്തിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. 10-20 കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോയി, അപ്പൻ ജോലിക്ക് പോയി, വീട്ടിൽ വേലക്കാരി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവനൊരു കല്ല് വെച്ചൊരു വീക്ക് കൊടുത്തു, ഒരു കോഴിക്കുഞ്ഞങ്ങ് ചത്തുപോയി. വേലക്കാരി പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ദൈവം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ചതിക്കല്ലേ, പറയല്ലേ. പ്രൈസ് ഗോഡ്. ഒടുക്കം ദൈവത്തിന് സ്തോത്രം. വേലക്കാരി പറഞ്ഞു, ശരി ഞാൻ പറയത്തില്ല, പക്ഷേ ഈ 4 മണിക്ക് അമ്മ ഇവന് കൊടുക്കാൻ വേണ്ടിയുള്ള ഹോർലിക്സ് ബിസ്ക്കറ്റൊക്കെ എടുത്തു വെച്ചേക്കുക. വേലക്കാരി പറഞ്ഞു, ഇന്ന് 4 മണിക്ക് ഹോർലിക്സ് കുടിക്കുന്നത് ഞാനാ, ബിസ്ക്കറ്റ് തിന്നുന്നത് ഞാനാ. പ്രൈസ് ഗോഡ്. ഇവൻ പറഞ്ഞു, എന്തോ വേണേ തിന്നോ, പക്ഷെ അമ്മയോട് പറയരുത്. ഹല്ലേലൂയ. പിറ്റേ ദിവസം കാലത്ത് മുട്ട പിഴുങ്ങി വെച്ചിട്ട് ഇവള് പറഞ്ഞു, മുട്ട തിന്നുന്നത് ഞാനാ, നീയല്ല. ഏത്തപ്പഴം പിഴുങ്ങിയത് ഞാനാ തിന്നുന്നത്, നീയല്ല. പ്രൈസ് ഗോഡ്. എന്തിനു പറയുന്നു? പിന്നെ എന്ത് നല്ല സാധനം ഉണ്ടെങ്കിലും വേലക്കാരി തിന്നും, ഇവന് കിട്ടുകയില്ല. കൊച്ചിന് ഉന്മേഷവും പോയി, ആരോഗ്യവും പോയി, ആകപ്പാടെ നിൽക്കുക. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അപ്പനും അമ്മയും കൂടെ പറയുകയാണ്, ഇവന് കൊച്ചിന് ഉന്മേഷമില്ലല്ലോ. പ്രൈസ് ഗോഡ്. എന്നാ ഉന്മേഷമില്ലാത്തത്? കൊച്ചിന് തിന്നാനുള്ളതൊക്കെ വേലക്കാരി തിന്നും. അവൾ നല്ല അടിച്ച 50 കിലോ ഉണ്ടാകുന്ന ഇപ്പോൾ 65 കിലോയായി.
പ്രൈസ് ഗോഡ്. കൊച്ചങ്ങ് ക്ഷീണിച്ച് വരിക. അതുമല്ല, ഒരു ഉത്സാഹമില്ല, ഉന്മേഷമില്ല. ഇവിടുത്തെ അമ്മ വന്ന് വളരെ കാര്യമായിട്ട് ചോദിച്ചു, മോനെ എന്നടാ നിനക്ക് എന്നോട് ഒരു സന്തോഷമില്ലാതെ, പഴയ പ്രസരിപ്പനില്ലാതെ, പഴയ ഓട്ടമില്ല, ചാട്ടമില്ല, എന്നാ കാര്യം അമ്മയോട് പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മേ കഴിഞ്ഞ മാസം ഒരു കോഴിക്കുഞ്ഞ് ചത്തില്ലേ? ചത്തു. അതിനെന്നാ? ഞാനാ അതിനെ കൊന്നത്. എങ്ങനെ കൊന്നതാ? കല്ല് വെച്ച് എറിഞ്ഞ് കൊന്നതാ. അതിനെന്നടാ പോട്ടെ, കോഴിക്കുഞ്ഞ് നീ എന്നാ നിനക്കെന്നാ? സാരമില്ല. അല്ല, വേലക്കാരി കണ്ടു. എന്നിട്ടോ? വേലക്കാരി പറഞ്ഞു അമ്മയോട് പറയുന്നു. എന്നിട്ടോ? എല്ലാ ദിവസവും മുട്ടയും പാലും ഏത്തപ്പഴവും ഹോർലിക്സും ഒക്കെ പുള്ളിക്കാരി അടിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുമെന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ തള്ള പറഞ്ഞു, എൻ്റെ മോനെ 10 കോഴി പോയാൽ എന്നാ, നീയാ എനിക്ക് വലുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് വേലക്കാരിയെ പിരിച്ചുവിട്ട് ദൈവത്തിന് സ്തോത്രം, കുടുംബ സമാധാനം വരുത്തി. ഇന്ന് പകൽ ചിലതിനെ പിരിച്ചുവിടണം. ചില വേലക്കാരികളെ നിന്റെ വീട്ടിൽ നിന്ന് പിരിച്ചുവിടണം. നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന, നിന്റെ സമാധാനം നശിപ്പിക്കുന്ന, നിന്റെ സന്തോഷം നശിപ്പിക്കുന്ന ചില വേലക്കാരികളെ നിന്റെ വീട്ടിൽ നിന്ന് പിരിച്ചുവിടാൻ ഇടയായാൽ ഇന്ന് പഴയ ഉന്മേഷം വരും, പഴയ സന്തോഷം വരും, പഴയ ചൊറിയുറുക്ക് വരും, പഴയ ഉത്സാഹം വരും. യേശുവിന്റെ നാമത്തിൽ ഉന്മേഷം കെടുത്തുന്ന, ഉത്സാഹം കെടുത്തുന്ന ചില വിഷയങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ അന്തം വരട്ടെ. ആമേൻ. വേലക്കാരി ആരാന്നറിയാമോ? പ്രൈസ് ഗോഡ്. നിങ്ങൾ വല്ല വേലക്കാരിയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേലക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, പിശാചിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. പിശാചിനെ പിരിച്ചുവിടണമെന്ന്. പിശാചി നിന്റെ നന്മ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ ഹോർലിക്സ് അവൻ കുടിച്ചുകൊണ്ടിരിക്കുക, നീ നിന്റെ ഏത്തപ്പഴം അവൻ തിന്നുകൊണ്ടിരിക്കുക, നീ നിന്റെ മുട്ട അവൻ തിന്നുകൊണ്ടിരിക്കുക. നിനക്ക് ആരോഗ്യമില്ല, നീ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിനോട് പറ, ഞാൻ തെറ്റിപ്പോയി, എനിക്കെന്റെ ദൈവം മതി, എനിക്കെന്റെ യേശു മതി. ആ നിമിഷത്തിൽ നിന്റെ ലംഘനങ്ങളെ ക്ഷമിച്ച്, നിന്റെ പാപങ്ങളെ ക്ഷമിച്ച്, നിന്നെ മാർവോട് ചേർത്ത് ചുംബിക്കുക. നിനക്ക് നന്മ തരാമെന്ന് വാക്കു പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും ഇന്നു മുതൽ. ഹല്ലേലൂയ. ഇന്ന് പകല് അനുഗ്രഹം തടഞ്ഞ വിഷയങ്ങൾ കുറിച്ചു വയ്ക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ്. നിന്റെ വീട്ടിൽ അനുഗ്രഹം തടയുന്നത്, പ്രാർത്ഥന നടക്കാത്തത്, നിന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്, നിന്റെ വീട്ടിൽ ദൈവത്തിന് സ്തോത്രം ചേർച്ചയില്ലാത്തത്, ഇത് ഏത് വിഷയത്തിലാണെന്നൊക്കെ മനസ്സിലാക്കി കുറിച്ചു വെച്ച് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ ഇന്ന് വീട്ടിനകത്ത് മാറ്റം വരും. ഇതോടെ നിന്റെ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, നീതി സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയുടെ നന്മ, നിന്റെ കുടുംബത്തിന്റെ നന്മ, നിന്റെ ജീവിതത്തിലെ സകല നന്മകളും നിനക്ക് വേണ്ടി ഒരുക്കിയ ദൈവം അത് നിന്റെ കയ്യിൽ തരുന്ന ദിവസമാണെന്ന്. ഹല്ലേലൂയ. നീ ഏതിൽ, സങ്കീർത്തനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണമെന്ന്. എവിടാണ് നിന്റെ സമാധാനം പോയത്? എവിടാണ് നിന്റെ സന്തോഷം പോയത്? നിന്റെ വീട്ടിലെ ഐശ്വര്യം പോയത് എങ്ങനെയാണ്? നിന്റെ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും അഭിവൃദ്ധിയും എങ്ങനെ പോയി? ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം അടുത്ത് ചെന്നിട്ട് പിശാചിനോട് പറയണം, നീ പോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഉന്മേഷം പ്രാപിച്ച് മടങ്ങിപ്പോകണം. നമ്മുടെ ഉന്മേഷക്കുറവ് എന്നാന്നറിയാം? ഏറ്റവും വലിയ ഉന്മേഷക്കുറവ് എവിടെ കിടക്കുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. ന്യായാധിപന്മാർ 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നിന്റെ ഈ ബലത്തോടെ പോക. പ്രൈസ് ഗോഡ്. അപ്പോൾ യഹോവ അവനെ നോക്കി. 39-ാം സങ്കീർത്തനത്തിന്റെ 13 കൂടെ വായിച്ചേ, എന്നോട് ചേർത്ത് വായിക്കേ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. രണ്ട് വിധത്തിലുള്ള നോട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് സ്തോത്രം. നിന്നെ ഇല്ലാതെയാക്കുന്ന നോട്ടമാണെങ്കിൽ അത് മാറണം. ഇല്ലാതാക്കുന്ന നോട്ടം എവിടെ കിടക്കുന്ന അറിയാമോ? പുറപ്പാട് പുസ്തകം 14:24. പുറപ്പാട് 14:24. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി, മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി. ആമേൻ. മിസ്രയീം സൈന്യത്തെ നോക്കി താറുമാറാക്കി.
ആ വിധത്തിലുള്ള നോട്ടം എങ്കിൽ നിന്നും മാറ്റണമെന്ന്, നിന്നെ താറുമാറാക്കത്തക്കവണ്ണം ദൈവം കോപത്തോടെ നിന്നെ നോക്കാൻ ഇടയാകരുത്. അവന്റെ കോപം ജനിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അവന്റെ ദയയോ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദയ നിന്നോടുണ്ട്, നിന്റെ കുടുംബത്തോടുണ്ട്, നിന്റെ മക്കളോടുണ്ട്, നിന്റെ ജോലിയോടുണ്ട്, നിന്റെ ബിസിനസിനോടുണ്ട്, നിന്റെ പഠിത്തത്തോടുണ്ട്, നിന്റെ ജീവിതത്തില് നീ ചെയ്യുന്ന സകലത്തോട് ദൈവത്തിന്റെ ദയയുണ്ട്. ആമേൻ. കാരണം എന്തറിയാമോ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. 103 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. 103 11 12 ആകാശം 103 കേട്ടോ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവ പൈതലെ പേടിക്കണ്ട. നീ ദൈവഭക്തനാണെങ്കിൽ, ദൈവഭക്തയാണെങ്കിൽ നിന്റെ മേലുള്ള ദൈവത്തിന്റെ ദയ ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ ഉയർന്നിരിക്കുകയാണ്. അവന്റെ ദയ വലുതാണ്, അത് എന്നേക്കുമുള്ളതാണ്, അത് വലിയ ദയയാണ്. ആ ദയയിലാണ് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ദയയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ, കർത്താവേ നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഇന്ന് മാറ്റും കേട്ടോ, ഇന്ന് മാറ്റും. ആമീൻ. ഫറവോന്റെ സൈന്യത്തിന്റെ നേരെ, ഫറവോന്റെ രഥങ്ങളുടെ നേരെ, ഫറവോന്റെ കുതിരകളുടെ നേരെ, ഫറവോന്റെ ശക്തിയുടെ നേരെ ദൈവം നോക്കിയ നോട്ടം ഇന്ന് മാറ്റും. നിന്നെ ഇനി നോക്കത്തില്ല. നിന്നെ നോക്കുന്നത് വേറൊരു നോട്ടമായിരിക്കും. ഈ തൊടുന്നതെല്ലാം താറുമാറാകുന്നെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിന്റെ നോട്ടം ഫറവോനെ നോക്കിയ നോട്ടമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് തൊടുന്നിടത്ത് എല്ലാം താറുമാറാകുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ദൈവം എന്നെ നോക്കുന്നുണ്ട്. അത് ഫറവോനെയും സൈന്യത്തെയും നോക്കിയ നോട്ടമാണ്. ആ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. എന്നിട്ട് പറയണം, ഞാനൊന്ന് ഉന്മേഷം പ്രാപിച്ചോട്ടെ, ഞാനൊന്ന് ഉന്മേഷം പ്രാപിച്ചോട്ടെ, ഞാനൊന്ന് ഉന്മേഷം പ്രാപിച്ചോട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിന്നെ ഉന്മേഷം പ്രാപിക്കത്തക്കവണ്ണം സഹായിക്കാൻ പോവുകയാണ്. നിന്നെ ഉന്മേഷം പ്രാപിക്കത്തക്കവണ്ണം സഹായിക്കാൻ പോവുകയാണ്. തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഇനി ഇതിന് ഈ ഫറവോന്റെ നേരെ നോക്കിയ നോട്ടത്തിന് പകരം ഗിദെയോന്റെ നേരെ നോക്കിയ പോലെ ഒന്ന് നോക്കണം. എങ്ങനെ നോക്കണം? ഗിദെയോന്റെ നേരെ നോക്കിയതുപോലെ. ഗിദെയോന്റെ നേരെ നോക്കിയ നോട്ടമാണ് പ്രൈസ് ഗോഡ് 6:14, മറ്റത് 14:24. പ്രൈസ് ഗോഡ്. ജഡ്ജസ് 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നിന്റെ ഈ ബലത്തോടെ പോകാം. ഇത് പറയുന്ന സന്ദർഭം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ഒത്തു നോക്കിയേ. പ്രൈസ് ഗോഡ്. 13 വാക്യം വായിച്ചേ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മോട് കൂടെ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ദൈവമേ, അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെയെന്ന്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ആധിപത്യം തോളിലിരിക്കും, ഇതൊക്കെ ശരി, അത് എവിടെ? എനിക്കതൊന്ന് കാണണം. ഇന്ന് പകരം എത്ര പേര് പറയുന്നുണ്ട്, എനിക്കതൊന്ന് കാണണം, എൻ്റെ അത്ഭുതമൊന്ന് കാണണം, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതമൊന്ന് കാണണം, ഞാനിപ്പോൾ ആയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണണം. ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ നിന്നെ കാണിക്കാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ അത് നടക്കും. നിശ്ചയം, നിശ്ചയം, നിശ്ചയം. ആമേൻ. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രസാദം വരുമ്പോൾ. ഇന്ന് പകൽക്കാലം അതിനുള്ള പരിപാടിയായി പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വരാൻ പോകുകയാണ്. യഹോവയുടെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. അവന്റെ പ്രസാദം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവപ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനം നിശ്ചയം. വായിച്ചതാട്ടോ. ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പോൾ യഹോവ അവനെ നോക്കി. എപ്പോഴാണെന്നറിയാമോ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി. ഇന്ന് ഹല്ലേലൂയ, എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണോ ദൈവമേ? എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണോ? എന്നെ മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ കടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ രോഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ കഷ്ടത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ നഷ്ടത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ പരാജയത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എല്ലാം 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 പകരത്തക്കവണ്ണം ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, നീ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന് നിന്നെ ഒന്ന് നോക്കാനുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നെ ഒന്ന് നോക്കാൻ ഇടയായാൽ ആ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. നിന്റെ എല്ലാ പരിപാടികൾക്കും മാറ്റം വരുത്താൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ ദൃഷ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി, തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂലോകമൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ പതിയട്ടെ, പതിയട്ടെ, പതിയട്ടെ. Hallelujah, praise God, amen. ദൈവമക്കളെ ഹല്ലേലൂയ. എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞവൻ്റെ മേൽ, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞവനെ ഗീതയോൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, ഞാൻ ഏറ്റവും ചെറിയവനാണ്, ഏറ്റവും എളിയ കുലമാണ്, അത്ഭുതം എവിടെ, അടയാളങ്ങൾ എവിടെ, ഇപ്പം മിദ്യാന്യർ ഞങ്ങളെ വാഴുകയല്ലേ, ഇതൊക്കെ പറഞ്ഞ് ഉന്മേഷമില്ലാതിരുന്നവൻ്റെ നേരെ ദൈവം ഒരൊറ്റ നോട്ടം. ഇന്ന് നിന്റെ മേൽ യേശു നോക്കട്ടെ, നിന്റെ മേൽ യേശു നോക്കട്ടെ. നിന്റെ ഉന്മേഷം മടങ്ങി വരട്ടെ, ഉന്മേഷം മടങ്ങി വരട്ടെ, ഉന്മേഷം മടങ്ങി വരട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. നിന്റെ ഈ ബലത്തോടെ പോക, നിന്റെ ഈ ബലത്തോടെ പോക. എന്നിട്ട് നീ ഇസ്രായേലിനെ, നീ ഇസ്രായേലിനെ, ഇസ്രായേലിനെ എന്നാണോ? ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനസ്സിൽ എന്റെ കുലം എളിയതും നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നും, എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നും. എന്നാല് യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. നിന്നെ കൊണ്ട് സാധിക്കുമെന്ന്, നിന്നെ കൊണ്ട് നടക്കുമെന്ന്, നിന്നെ കൊണ്ട് നടക്കും, നിന്നെ കൊണ്ട് നടക്കും, നിന്നെ കൊണ്ട് സാധിക്കും. വേറെ ആ ഒരുത്തിനെ കൂട്ടുപിടിക്കണ്ട, നിന്നെ കൊണ്ട് നടക്കുമെന്ന്. നിന്നെ ഒന്ന് നോക്കിയാൽ മതി. നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. എന്നെ നശിപ്പിക്കുന്ന നോട്ടം അങ്ങോട്ട് മാറ്റിയിട്ട് ബലപ്പെടുത്തുന്നൊരു നോട്ടം. ഇന്ന് പകൽ വന്നു കഴിയുമ്പോൾ ഇസ്രായേലിലെ കഷ്ടപ്പെടുത്തുന്ന മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. മതിയല്ലോ. പ്രൈസ് ഗോഡ്. ദൈവാത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ചിലരെ ഉന്മേഷം പ്രാപിക്കാൻ പോകുകയാണ്, ഉന്മേഷം പ്രാപിക്കാൻ പോകുകയാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ഇന്ന് പകൽ വ്യക്തമായി ഞാൻ സംസാരിച്ചു. നിങ്ങൾ എല്ലാ ദിവസത്തെ പ്രസംഗം കേട്ട് പോകുന്ന പോലെയല്ല. ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ വെച്ച് ഇന്നത്തെ പ്രസംഗം ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഇന്നത്തെ പ്രസംഗം ചർച്ച ചെയ്യണം. മക്കളെയും എല്ലാം വിളിച്ചു കൂട്ടി ഇന്നത്തെ പ്രസംഗം ചർച്ച ചെയ്യണം. ഇന്ന് രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? യഹോവേ, നിൻ്റെ നോട്ടം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ, ഞാൻ ഉന്മേഷം പ്രാപിക്കണം.
ഉന്മേഷം പ്രാപിക്കണം. നിശ്ചയം ഉന്മേഷം പ്രാപിക്കാൻ പോകുകയാണ്. ഞാൻ ഉന്മേഷം പ്രാപിക്കുന്ന ഉറപ്പുള്ള കരം ഉയർത്തിയാട്ട്, ആ കരം ഉയർത്തി പിടിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കരം ഉയർത്തിരിക്കുന്നവരുടെ ഉന്മേഷം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് മുതൽ ഞാൻ ജയമെടുത്ത് ആരാധിക്കുകയാണ്. വീട്ടുകെട്ട് പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ. ശത്രുവിന്റെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ, നമ്മെ തടസ്സങ്ങൾ മാറട്ടെ. ഇന്ന് മുതൽ വലിയ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ നടക്കട്ടെ, കുടുംബങ്ങളിൽ നടക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സത്യമായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഏജ ഹോളിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, 17 വർഷമായി കിടന്ന വിഷയത്തിന് ആമേൻ വിടുതലുണ്ടായെന്ന് പറഞ്ഞു. നിങ്ങളുടെ വിഷയം എത്ര പഴക്കുന്ന വിഷയമല്ല, വിടുതൽ നിശ്ചയമാണ്. നീ ഉന്മേഷം പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം, തലകളെ ഉണക്കാം. ഇന്നിവിടെ അതിഥികളായി വന്നിട്ടുള്ളവരുടെ ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, ഞാൻ ഉന്മേഷം പ്രാപിക്കണം. യേശുവിൽ ആശ്രയിച്ച് എനിക്ക് ഉന്മേഷം പ്രാപിക്കണം. എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. വ്യർത്ഥമായി പരിശ്രമിക്കുന്നതൊന്നും അതിൻ്റെ ചരിത്രത്തിനൊരു മാറ്റം വരണം. ഈ ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിച്ച ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ആധിപത്യം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു കരമുയർത്തിയാട്ടെ. നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും. അവൻ നിന്നെ നിയന്ത്രിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരമുയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് മുതൽ യേശുവിൻ്റെ ആധിപത്യം നിൻ്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യട്ടെ, നിൻ്റെ കുടുംബത്തെ കൈകാര്യം ചെയ്യട്ടെ, നിൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തി ശത്രു ഇട്ടിരിക്കുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. കരമുയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. യെസ്, പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് മുതൽ മാറ്റം വരണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങൾ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഉന്മേഷം പ്രാപിക്കത്തക്കവണ്ണം മാറ്റങ്ങൾ വരണം. പ്രൈസ് ഗോഡ്. ആ പുറകിലാണ്ട് കൈ വയ്ക്കില്ല, അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എഴുന്നേറ്റ് മുമ്പോട്ട് വന്നാൽ പ്രാർത്ഥിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അതിഥികളായി വന്നിട്ടുള്ളവർക്ക് ഇന്നൊരു അവസരം ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. എഴുന്നേറ്റ് മുന്നോട്ട് പോയി. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് മുതൽ വ്യത്യാസം വരണം. കഴിഞ്ഞ നാളുകളിൽ വന്നതിനേക്കാൾ വലിയ വ്യത്യാസം ഇന്ന് പകൽക്കാലം നിൻ്റെ കുടുംബത്തിലുണ്ടാകണം, നിൻ്റെ വിഷയങ്ങളിലുണ്ടാകണം. അതിനുവേണ്ടി ഹല്ലേലൂയ. അവൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് മുന്നോട്ട് വരാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികളിൽ വലിയവനായ ദൈവം, ശക്തനായ ദൈവം, ഭയങ്കരനായ ദൈവം നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യത്തക്കൊണ്ട് ഇന്ന് പ്രവർത്തിക്കാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കെ ചൊല്ലിയാട്ടെ. കർത്താവായിരിക്കുന്ന യേശുവേ, പറഞ്ഞിട്ട്, കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം വേഗം വന്നട്ടെ, മുമ്പോട്ട് വേഗം വന്നട്ടെ. ഇതുപോലെ ആരെങ്കിലും നീ വരാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഇപ്പോൾ വന്നോട്ടെ. പ്രൈസ് ഗോഡ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കത്തില്ല. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകല് അടിയൻ അടുത്തു വരുന്നു. കുറവുകൾ ക്ഷമിക്കണമേ, കുറ്റങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, ലംഘനങ്ങൾ ക്ഷമിക്കണമേ, അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. യേശുവിൻ്റെ ശക്തിയുള്ള നാമം എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസം ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്തട്ടെ. ഞാൻ ഉന്മേഷം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് മതിയായവൻ. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാനിത് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ യേശുവിൻ്റെ പൈതലായി ഞാൻ ജീവിക്കും. യേശുവിനെ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി ഞാൻ ഏറ്റുപറയുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം അഴിക്കുന്ന ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഉടബല ഹർദല ബരബ കൗഡ ജബന ദലമ രഗതക അദ്ദുര ജാരവ രൗദക ബലകല ഹത്തല ബൗഡക ബരകല ബരബ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം എല്ലാ പോരുകളെയും പോരാട്ടങ്ങളെയും ഞങ്ങൾ ശാസിക്കുകയാണ്. കർത്താവേ, ഈ സഭയിലെ ഓരോ കുടുംബങ്ങളുടെ മേലും ശത്രു അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സകല വിഷയങ്ങളുടെ മേലും ഇന്ന് ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഉന്മേഷം കെടുത്തിയിരിക്കുന്ന ബിസിനസ്സിൽ ഉന്മേഷം കെടുത്തിയ, ജോലിയിൽ ഉന്മേഷം കെടുത്തിയ, കുടുംബജീവിതത്തിൽ ഉന്മേഷം കെടുത്തിയ, തലമുറയിൽ ഉന്മേഷം കെടുത്തിയ എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുത്ത് ആരാധിക്കുന്നു.
അഴിയട്ടെ, 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 അഴിയട്ടെ. തടസ്സങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കോടികൾ അഴിയട്ടെ. ശത്രുവിന്റെ അടവുകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ മാറട്ടെ. ഈ വചനങ്ങളാൽ ദൈവം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.